ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായ ചിക്കൻ നഗറ്റ്സ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 300 ഗ്രാം ബോൺലെസ് ചിക്കന് 3 ബ്രെഡ് സ്ലൈസസ് ആവശ്യമാണ്. ആദ്യം ബ്രെഡ് സ്ലൈസസിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നന്നായി പൊടിച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ, ഒരുപാട് പേസ്റ്റായി പോകരുത്. കൗണ്ടർ ടോപ്പിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രഷ് ചെയ്ത മിക്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. ഈ മിക്സ് വളരെ സ്റ്റിക്കിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ 2 കൈയിലും നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ഒരുപാട് സ്റ്റിക്കി ആയിട്ട് തോന്നിയാൽ 1 ടീസ്പൂൺ ഓയിൽ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നഗറ്റ്സ് മിക്സ് നന്നായി സ്മൂത്ത് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. ഇനി ബട്ടർ പേപ്പർ മാറ്റി റോളിംഗ് ബോർഡിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായി റോൾ ചെയ്തെടുക്കാം. മാക്സിമം തിന്നാക്കി തന്നെ റോൾ ചെയ്തെടുക്കണം. തിന്നാകുകയും വേണം, എന്നാലത് പൊട്ടിപ്പോവാനും പാടില്ല. ഇതിപ്പോൾ നന്നായി റോളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിയിൽ എണ്ണ തടവി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പീസും നമുക്ക് നഗറ്റ്സിൻ്റെ ഷേപ്പിലേക്ക് മോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എമൗണ്ടിൽ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 നഗറ്റ്സ് വരെ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു ബൗളിൽ 1 എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മൂന്ന് ബ്രെഡ് പൊടിച്ച് ബ്രെഡ് ക്രംസ് കൂടി റെഡിയാക്കി വെക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിലിലും ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയർ ബാസ്ക്കറ്റിൽ ഫോയിൽ പേപ്പർ വെച്ച് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ നഗറ്റ്സും എഗ് മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്യുമ്പോൾ അധികമുള്ള ബ്രെഡ് ക്രംസ് ഒന്ന് കുടഞ്ഞു കളയണം. ഈ നഗറ്റ്സിന് മുകളിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാസ്ക്കറ്റ് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 8 മിനിറ്റാണ് സെറ്റ് ചെയ്തത്. 8 മിനിറ്റ് കഴിയുമ്പോൾ ബാസ്ക്കറ്റ് പുറത്തെടുത്ത് നഗറ്റ്സ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും ബാസ്ക്കറ്റ് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഒരു 7 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 15 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ നഗറ്റ്സ് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ചൂടോടെ കഴിക്കാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.